എല്ലാവർക്കും നമ്പർ കോർണർ കോച്ചിങ്ങിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് വേർഡ് ഫയലിൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഒരു മൈക്രോസോഫ്റ്റ് വേർഡ് ഫയൽ ഓപ്പൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനെങ്ങനെയാണ് കണ്ടന്റ് ആഡ് ചെയ്യുന്നത്, ടെക്സ്റ്റ് സൈസും ടെക്സ്റ്റ് കളറും ഫോണ്ട് സൈസും അതുപോലെ ഒരു അലൈൻമെൻറ്റും പേജ് അലൈൻമെൻറ്റും എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മൈക്രോസോഫ്റ്റ് വേർഡ് ട്യൂട്ടോറിയലിന്റെ അടുത്ത ഭാഗത്ത് നമ്മൾ ഹെഡർ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, ഫൂട്ടർ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, പേജ് നമ്പർ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, അങ്ങനെ മറ്റു കാര്യങ്ങളെപ്പറ്റി നമ്മൾ കാണും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു മൈക്രോസോഫ്റ്റ് വേർഡ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിലേക്ക് കണ്ടന്റ് ആഡ് ചെയ്യുന്നത്, അതിനെ എങ്ങനെ ഒരു അതിൻ്റെ ടെക്സ്റ്റ് സ്റ്റൈല്, ടെക്സ്റ്റ് കളറ്, ഫോൺസ് അതൊക്കെ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം, അതെങ്ങനെ ഒരു പേജിന് ഏറ്റവും മനോഹരമായ രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കാം എന്നതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായും നിങ്ങൾ കാണുവാൻ ശ്രദ്ധിക്കണം. ഞങ്ങളുടെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒട്ടും പഠിക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കധികം ദീർഘിപ്പിക്കുന്നില്ല, കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ വേർഡ് ഫയൽ. ഞാനൊരു വേർഡ് ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരു ന്യൂ വേർഡ് ഫയലാണ്. നമുക്ക് എന്തിനെ പറ്റിയെങ്കിലും അവിടെ എഴുതാം. നമുക്ക് കേരളത്തിനെ പറ്റി എഴുതാം. ഞാനിവിടെ കഴ്സർ പ്ലേസ് ചെയ്യുന്നു, കേരള എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഫോണ്ട് സൈസ്, ഫോണ്ട് ഫാമിലി ഒക്കെ നോക്കുക. നോർമലായിട്ട് ഒരു വേർഡ് ഫയലിൽ നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്യുന്ന എല്ലാം തന്നെ കാലിബ്രി ബോഡി സ്റ്റൈലിലാണ് വരിക. തീം ഫോണ്ട് എന്ന് പറയുന്ന കാലിബ്രി ആയിരിക്കും. അപ്പോൾ നമുക്കതിനെ മാറ്റാം. അതുപോലെ തന്നെ അതിൻ്റെ ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് നോർമലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ലെവലിൽ നിന്നാണ്. നമുക്കത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഇതിൻ്റെ കുറച്ച് കണ്ടന്റ് ആഡ് ചെയ്തതിന് ശേഷം സംസാരിക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് കണ്ടന്റ് ആഡ് ചെയ്യുകയാണ്. ഞാൻ ഇൻ്റർനെറ്റിൽ പോയിട്ട് കോപ്പി ചെയ്ത കേരളത്തിൻ്റെ ഒരു വിവരം ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ കേരളത്തിൻ്റെ വിക്കിപീഡിയയിൽ നിന്ന് പോയി കോപ്പി ചെയ്തുകൊണ്ട് വന്ന കേരളത്തിൻ്റെ ചില ഡീറ്റെയിൽസ് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഒരു കാണാൻ അത്ര ഭംഗിയുള്ള രീതിയിലല്ല ഇതിരിക്കുന്നത്. കുറച്ച് ഭാഗം വേറെ, ഈ കണ്ടന്റ് എല്ലാം വേറെ ഏതോ ഒരു ഫോണ്ട് ഫാമിലിയാണ്, ടൈറ്റിൽ വേറെ ഏതോ ഫോണ്ട് ഫാമിലിയാണ്. അപ്പോൾ അതെല്ലാം ഭയങ്കര മിസ്അലൈൻഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പം അതുപോലെ തന്നെ ഇത് ലെഫ്റ്റിലേക്കാണ് കൂടുതൽ അലൈൻ ചെയ്തിരിക്കുക. ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ സ്പേസ് യുണീക്ക് ആയിട്ടിരിക്കുക. റൈറ്റ് സൈഡിൽ ഇത് ഭയങ്കര ബോറായിട്ടാണ് ഇരിക്കുന്നത്, അല്ലേ? അപ്പോൾ അതെങ്ങനെ, അതിനൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള വഴികൾ വേർഡ് ഫയലിൽ വേർഡിലുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയാണ് നമ്മളിത് കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിന് ടൈറ്റിൽ ഒന്ന് മനോഹരമാക്കാം. ടൈറ്റിൽ സൈസ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് ടൈറ്റിൽ സൈസ് കൊടുക്കാറ്, അപ്പം പ്രൊജക്റ്റ് റിപ്പോർട്ടിനാണെങ്കിലോ ആർട്ടിക്കിൾ റിവ്യൂവിനാണെങ്കിലോ അല്ലെങ്കിൽ ഒരു അസൈൻമെന്റിനാണെങ്കിലോ നോർമലായിട്ട് ഒരു ടൈറ്റിൽ സൈസ് എന്ന് പറയുന്നത് 16 ആണ്. നമുക്ക് 16 കൊടുക്കാം. അതിൻ്റെ ഫോണ്ട് ഫാമിലി നോർമലായിട്ട് കൊടുക്കുക ടൈംസ് ന്യൂ റോമൻ ആണ്. ഫോണ്ട് ഫാമിലി മാറ്റാനായിട്ട് നമ്മൾ ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ ഒരു ആരോ പോയിന്റിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ഫോണ്ട് ഫാമിലി തരും. ഒരുപാട് ഫോണ്ട് ഫാമിലി ഉണ്ട്. പക്ഷെ നോർമലായിട്ട് നമ്മൾ എടുക്കുക ടൈംസ് ന്യൂ റോമൻ ആണ്. കൂടുതലും അക്കാഡമിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക ടൈംസ് ന്യൂ റോമൻ ഫോണ്ട് സ്റ്റൈലാണ്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമുക്ക് ടൈറ്റിലിനെ വേണമെങ്കിൽ ഈ ഒരു ലെഫ്റ്റ് ഭാഗത്തായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സെൻറ്റർ സൈഡിൽ കൊടുക്കാം, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ അലൈൻ ചെയ്യുക എന്നുള്ളതാണ്. പേജ് അലൈൻമെന്റ് എങ്ങനെ നടത്താം എന്നതിനെ പറ്റി നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ കേരള സെലക്ട് ചെയ്യുന്നു. എനിക്ക് കേരളത്തിന് ഇതിൻ്റെ സെൻറ്ററിലാണ് വേണ്ടത്. എൻ്റെ ടൈറ്റിൽ കേരള ഇതിൻ്റെ സെൻറ്റർ പോയിന്റിൽ വരണം. അതിനുവേണ്ടി ഞാൻ സെലക്ട് ചെയ്യേണ്ടത് ഈ കാണുന്ന 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാമോ? ഇപ്പോൾ ഇത് കിടക്കുന്നത് അലൈൻ ടെക്സ്റ്റ് ലെഫ്റ്റിലാണ്, അതുകൊണ്ടാണ് അത് ലെഫ്റ്റ് സൈഡിൽ കിടക്കുക. ഈ സെക്കൻഡ് വൺ ആണ് സെൻറ്റർ. ആ സെൻറ്ററിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്ന താമസം അത് സെൻറ്ററിൽ അലൈൻ ആവും. കൃത്യം സെൻറ്റർ ആയിരിക്കും. ഇവിടുന്നും എല്ലാം കൃത്യം സെൻറ്റർ ആയിരിക്കും. അപ്പോൾ എനിക്ക് ഈ ടൈറ്റിലൊരു അണ്ടർലൈൻ ചെയ്യണം. ടൈറ്റിലിനെ അണ്ടർലൈൻ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ സെലക്ട് ചെയ്യേണ്ടത് എന്താ? അതിനുവേണ്ടി ഞാൻ സെലക്ട് ചെയ്യേണ്ടത് ഇതാണ്. ഈ കാണുന്ന അണ്ടർലൈൻ. ഈ അണ്ടർലൈനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ലൈൻ വരും. അതിൻ്റെ ബിലോ പാർട്ടിൽ ഒരു ലൈൻ വരും. അപ്പോൾ അത് അണ്ടർലൈൻഡായി. ഇനി എനിക്കതിനെ ബോൾഡ് ആക്കണം. എൻ്റെ ടൈറ്റിലാണ്. ടൈറ്റിലും കണ്ടന്റും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യണം. അപ്പം എനിക്ക് എന്ത് ചെയ്യണം? ഞാൻ അതിനെ ബോൾഡാക്കി കൊടുക്കണം. കേരളത്തിന് ഞാൻ ബോൾഡാക്കി കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ ഈ കാണുന്ന ബിയിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അത് ബോൾഡായി. ഇനി ഇറ്റാലിക്സിനാണ് കൊടുക്കണമെങ്കിൽ ഈ കാണുന്ന ഐയിൽ പിടിച്ച് വയ്ക്കാൻ മതി, ഇറ്റാലിക്സ് ആയിക്കോളും. പക്ഷെ ഇവിടെ ടൈറ്റിൽ ആയതുകൊണ്ട് നമുക്ക് ബോൾഡ് മതി. ഇനി നമുക്ക് കണ്ടന്റിലേക്ക് വരാം. കണ്ടന്റ് ഭയങ്കര മിസ്ഓറിയന്റഡ് ആയിട്ട് കിടക്കുകയാണ്. നമുക്കതിനെ ഒരു
സ്റ്റൈലാക്കി എടുക്കണം, കാണാൻ ഭംഗിയുള്ള രീതിയിൽ മാറ്റിയെടുക്കണം. അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതിനുവേണ്ടി ചെയ്യേണ്ടത്, നമുക്ക് ഈ ഒരു ഫുൾ കണ്ടന്റിനെ ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഓക്കെ, സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്കിതിൻ്റെ, നിങ്ങൾക്ക് നോക്കി അറിയാം, ഈ ഒരു 2 സെൻറ്റൻസുകൾ ഇല്ലെങ്കിൽ ഈ ഒരു 2 ലൈൻ തമ്മിലുള്ള സ്പേസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്, ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണ് കിടക്കുക ഈ സെൻറ്റൻസ് എല്ലാം. അപ്പോൾ എനിക്ക് ആ ഒരു സ്പേസ് കൊടുക്കണം. അതിന് സ്പേസ് കൊടുക്കാനാണ് ഞാൻ എന്താ ചെയ്യുക, ലൈൻ സ്പേസിങ് കൂട്ടി കൊടുക്കുക. ലൈൻ സ്പേസിങ് ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ ആ ലൈനുകൾ തമ്മിലുള്ള സ്പേസ് കൂടും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സെലക്ട് ചെയ്യണത് ഈ പാരഗ്രാഫ് എന്ന് പറയുന്ന ഈ ഒരു ബോക്സിൻ്റെ അകത്തെ ഈ ഒരു ബോക്സാണ്, ലൈൻ ആൻഡ് സ്പേസിങ്, ലൈൻ ആൻഡ് പാരഗ്രാഫ് സ്പേസിങ്. അപ്പോൾ ഞാനിത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പം നോർമലായിട്ട് കിടക്കുന്നത് 1 ആണ്, ഇൻബിൽട്ട് ആയിട്ട് കിടക്കുന്നത് 1 ആണ്. 1.5 കൊടുത്താൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ആ ഒരു സ്പേസ് ഡിഫറൻസ് എത്ര മാത്രം മാറുന്നുണ്ടായിരുന്നു. നോർമലായിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ എടുക്കാറ് 1.5 ആണ്. നമുക്ക് 1.5 കൊടുക്കാം. അപ്പോൾ ആ ഒരു സെൻറ്റൻസുകൾ തമ്മിലുള്ള ലൈൻ സ്പേസിങ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം, ഞാൻ മുമ്പേ പറഞ്ഞു, ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഒരു യുണീക്ക് സ്പേസിങ്, ഇങ്ങോട്ട് വളരെ ബോറായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ രണ്ടിടത്തും ഒരേ സ്പേസിങ് കൊടുത്ത് നമുക്കതിനെ എങ്ങനെ അലൈൻ ചെയ്യാം എന്നുള്ളതാണ് അടുത്ത കാര്യം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, വീണ്ടും ഈ ഒരു ബോക്സിലേക്ക് വരിക. അലൈൻ ടെക്സ്റ്റ് ലെഫ്റ്റ്, ഇവിടെ അത് ലെഫ്റ്റിലേക്ക് അലൈൻ ചെയ്ത് കിടക്കുകയാണ്. സെൻറ്ററിൽ ക്ലിക്ക് ചെയ്താൽ അത് സെൻറ്റർ വൈസ് അലൈൻഡ് ആവും. പക്ഷെ നമുക്കങ്ങനെ വേണ്ട, ടൈറ്റിലാണ് സെൻട്രൽ അലൈൻഡ് ആയിട്ട് നമ്മൾ കൊടുത്തത്. നമുക്കതിനെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ റൈറ്റിൽ അലൈനായി. നമുക്ക് അങ്ങനെയും വേണ്ട, നമുക്ക് രണ്ടിടത്തും ഒരേ സ്പേസിങ് വേണം. അതിനുവേണ്ടി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നാലാമത്തെയാണ്. നാലാമത്തതിൻ്റെ പേരാണ് ജസ്റ്റിഫൈ. ജസ്റ്റിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൈൻ ടെക്സ്റ്റ് ടു ബോത്ത് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാർജിൻ. ഈ ലെഫ്റ്റ് മാർജിൻ്റെയും റൈറ്റ് മാർജിൻ്റെയും സ്പേസിങ് സെയിം ആക്കി ആ ഒരു കണ്ടന്റിനെ അലൈൻ ചെയ്യുന്ന പരിപാടിയാണ് ജസ്റ്റിഫൈ. ജസ്റ്റിഫൈ ചെയ്ത് കൊടുത്ത് നോക്കൂ. അപ്പോൾ അത് രണ്ടിടത്തും ഒരേ സ്പേസിങ് ഒന്ന് കാണാൻ ഒരു ഭംഗിയൊക്കെ ആയിട്ടുണ്ട് അല്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഇനി ഈ കണ്ടന്റിൽ കുറച്ച് ഭാഗം ബ്ലാക്ക് കളറിലാണ്, കുറച്ച് ഭാഗം ബ്ലൂ കളറിലാണ്. കാരണം എന്താ, അത് ഞാൻ നെറ്റിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് വന്നതാണ്. ഇപ്പോൾ ഈ ബ്ലൂ കളറിൽ ക്ലിക്ക് ചെയ്താൽ അവരെനിക്ക് അവിടെ ഒരു ലിങ്ക് കാണിച്ചു തരും. നോക്കും, ഞാൻ ഈ മലബാർ ഡിസ്ട്രിക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെനിക്കൊരു ലിങ്കാണ് തരുന്നത്, മലബാർ ഡിസ്ട്രിക്റ്റിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ലിങ്ക്. Ctrl+ ക്ലിക്ക് ടു ഫോളോ ദ ലിങ്ക്. ഇപ്പം കൺട്രോൾ കീയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു മൗസ് കഴ്സർ കൊണ്ട് മലബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓട്ടോമാറ്റിക്കലി എവിടെ ചെല്ലും, മലബാർ ഡിസ്ട്രിക്റ്റിന്റെ വിക്കിപീഡിയ പേജിൽ ചെല്ലും. അപ്പോൾ അതെങ്ങനെയാണ്, അതിന്റെ അർത്ഥം എന്താണ്, അത് ആ ഒരു മെക്കാനിസം അവിടെ എങ്ങനെ സംഭവിക്കുക, അതിനാണ് നമ്മൾ ആ ഒരു മലബാറിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. മലബാർ എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ടെക്സ്റ്റിന് ലിങ്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ള വീഡിയോ ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. നിങ്ങൾക്ക് അവിടെ നിന്നും അതെങ്ങനെയാണെന്ന് പഠിക്കാം. അപ്പോൾ ഞാൻ ഈ ടെക്സ്റ്റിന് കളർ മാറ്റി കൊടുക്കണം. ടെക്സ്റ്റിന് കളർ മാറ്റി കൊടുക്കാൻ എന്താ ചെയ്യുക, ഞാൻ ഇതിനെല്ലാം സെലക്ട് ചെയ്യുക. അതിനുശേഷം കളർ ബോക്സിലേക്ക് പോവുക. ഇതാണ് ഇതിൻ്റെ ഫോണ്ട് കളർ ബോക്സ്. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഒരുപാട് കളറുകൾ വരും. ഞാൻ ബ്ലാക്കാണ് സെലക്ട് ചെയ്യേണ്ടത്, ബ്ലാക്ക് സെലക്ട് ചെയ്യുന്നു. ഇപ്പം എല്ലാം ബ്ലാക്കായി മാറി. ഇനി ചെയ്യേണ്ട പക്ഷെ എന്നാലും ആ ഒരു ലിങ്ക് അവിടെ നിന്ന് മാറുന്നില്ല, ലിങ്ക് അവിടെ തന്നെ ഉണ്ട്. ഇപ്പം നെറ്റിൽ നിന്ന് വിക്കിപീഡിയയിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തത് കൊണ്ടാണ് അവിടെ ലിങ്ക് ആക്റ്റീവ് ആയത്. നമ്മൾ നോർമലായിട്ട് ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യുന്ന ഒരു കണ്ടന്റിന് ആ ഒരു ഹൈപ്പർ ലിങ്ക് അല്ലെങ്കിൽ ലിങ്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ സ്വയം ചെയ്യണം. അത് മാനുവലായിട്ട് തന്നെ ചെയ്യണം, ഓട്ടോമാറ്റിക്കായിട്ട് പറ്റില്ല. ഇപ്പം കോപ്പി പേസ്റ്റ് ആയതുകൊണ്ടാണ് അവിടെ അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യണത് എന്താ, ഇനി നമുക്ക് ഇതിന്റെ ഫോണ്ട് ഫാമിലി മാറ്റണം. ഞാൻ പറഞ്ഞു, നമ്മൾ ഏതൊരു അക്കാഡമിക് ആയിട്ടുള്ള ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ടൈംസ് ന്യൂ റോമൻ ആണ്. നമ്മൾ വീണ്ടും ഈ ഒരു ബോക്സിലേക്ക് പോയി ഫോണ്ട് ഫാമിലി മാറ്റി ടൈംസ് ന്യൂ റോമൻ. ഒരു തവണ നമ്മൾ ടൈംസ് ന്യൂ റോമൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ റീസെന്റ് യൂസ്ഡ് ഫോണ്ട്സ് എന്ന് പറയുന്ന ഹെഡിങ്ങിന്റെ കീഴെ എപ്പോഴും ടൈംസ് ന്യൂ റോമൻ വന്ന് കിടന്നോളും. നമ്മൾ ടൈംസ് ന്യൂ റോമൻ സെലക്ട് ചെയ്യുന്നു. നോക്കും, ടൈംസ് ന്യൂ റോമൻ വന്നപ്പോൾ അതിനൊരു ഭംഗി വന്നിട്ടുണ്ട്, ഒരു പേജ് ഫിറ്റായി മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഇതിന്റെ സൈസ് 16 ആണ് കൊടുത്തത്. ഈ ഒരു ടെക്സ്റ്റിന്റെ നോർമൽ കണ്ടന്റിന്റെ ഒരു ടെക്സ്റ്റ് സൈസ് അല്ലെ ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് 12 ആണ്. നമ്മൾ ഫോണ്ട് സൈസ് മാറ്റി കൊടുക്കണം. ഫോണ്ട് സൈസ് മാറ്റി കൊടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു ബോക്സിൽ പോയിട്ട് 12 സെലക്ട് ചെയ്യാം. 12 സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിലുണ്ടായ മാറ്റം, നമ്മൾ ആദ്യം നെറ്റിൽ നിന്നും കോപ്പി ചെയ്ത് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത ആ ഒരു ടെക്സ്റ്റ് മിസ്അലൈൻഡ് ആയിട്ട് കിടന്നിരുന്ന ആ ഒരു
കണ്ടന്റ് വളരെ നന്നായിട്ട് അലൈൻ ചെയ്തു. അതിനൊരു ഹെഡിങ് കൊടുത്തു. ഹെഡിങ് നമ്മൾ ബോൾഡ് കൊടുത്തു. അതുപോലെ ഹെഡിങ് അണ്ടർലൈൻ ചെയ്തു. കണ്ടന്റിന്റെ ലൈൻ സ്പേസിങ് നമ്മൾ കൂട്ടി. കണ്ടന്റിന്റെ കളർ നമ്മൾ മാറ്റി. കണ്ടന്റിന്റെ നമ്മൾ ടെക്സ്റ്റ് സൈസ് കൂട്ടി കിട്ടും. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ കുറച്ച് സ്പേസ് വന്നിട്ടുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ആ ഒരു സ്പേസ് വരുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റിഫൈ ചെയ്തത് കൊണ്ടാണ്. ജസ്റ്റിഫൈ ചെയ്യുമ്പോൾ ഈക്വൽ സ്പേസിലാണ് ഓരോന്നും വിടുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ ബാക്ക് സ്പേസ് അടിച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ അത് അലൈൻഡ് ആയിക്കോളും. ഇവിടെയൊക്കെ സ്പേസ് വ്യത്യാസം വരുന്നത് നെറ്റിൽ നിന്നും കോപ്പി പേസ്റ്റ് ചെയ്ത് ആ ഒരു സ്പേസ് വരാത്തതുകൊണ്ടാണ്. ഇവിടെ ഒരു നോക്കും, ഇവിടെ ഒന്ന് സ്പേസ് അടിച്ചിട്ട് അത് അലൈൻ ആവുന്നില്ല. കാരണം അത് മിസ്ഓറിയന്റഡ് ടെക്സ്റ്റ് ആണ്. നമ്മൾ സ്വയം ടൈപ്പ് നമ്മളൊരു അത്യാവശ്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും ടൈപ്പ് ചെയ്ത് കയറ്റുവാണല്ലോ പതിവ്. അപ്പോൾ ടൈപ്പ് ചെയ്ത് കയറ്റി വരുമ്പോൾ ഈ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു വേർഡ് ഫയലിലേക്ക് കണ്ടന്റ് ആഡ് ചെയ്യുന്നത്, അതിലൊരു ടൈറ്റിൽ കൊടുക്കുന്നത്, അങ്ങനെ അതിനെ എല്ലാ തരത്തിലും ഒരു നല്ല ലുക്കിലേക്ക് മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പേജിന് പേജ് നമ്പർ കൊടുക്കുക, ഒരു ഹെഡർ ഫൂട്ടർ എങ്ങനെയാണ് നൽകുക, അതുപോലെ ഒരു ചെറിയ വാട്ടർമാർക്ക് എങ്ങനെയാണ് നൽകുക എന്നൊക്കെയുള്ളത് നമ്മൾ കാണും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമായി മാറിയിട്ടുണ്ടെങ്കിൽ ഒട്ടും വൈകാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഒരുപാട് വീഡിയോസ് ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതെല്ലാം കാണണം, സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ സ്വയം ട്രൈ ചെയ്ത് നോക്കുക. വളരെ വലിയ പാടുള്ള പരിപാടിയൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ബേസിക് ക്വാളിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ മുഴുവനും കണ്ടുവെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, എല്ലാവർക്കും ബൈ, താങ്ക് യു.